ശരിക്കും ഈ ഇന്നർ ഹീലിംഗ് അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഈ ഒരു വിഷയം, ഇത് ദൈവവചനത്തിൻ്റെ ആധാരത്തിൽ നമുക്കിതിനെ എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ഇന്നർ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിനിസ്ട്രി അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്? പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നർ ഹീലിംഗ് അല്ലെങ്കിൽ ആന്തരിക സൗഖ്യം എന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് മേഖലകളിലൂടെ നമുക്ക് കയറിയിറങ്ങി പോകുവാനായിട്ടുണ്ട്. ഇത് പഠിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, നമ്മൾ ഇത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതം ഇതിനകത്തൂടെ ഈ ഒരു ഇന്നർ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള അനുഗ്രഹം നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. കാരണം പലപ്പോഴും ഈ ഒരു ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു സൈക്കോളജി റിലേറ്റഡ് ടേമാണ്. ദൈവവചനവുമായിട്ട് ഇതിന് ബന്ധമില്ല, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഇതുമായിട്ടൊരു ബന്ധമുണ്ടോ, ഇങ്ങനെയൊരു ശുശ്രൂഷ ദൈവമക്കൾക്ക് ആവശ്യമുണ്ടോ എന്നൊരു സംശയം പലരുടെയും മനസ്സിലുണ്ട്. ഒരുപക്ഷെ നമ്മളത് ചോദിക്കാറില്ല, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ, ദൈവവചനത്തിന് ഇതിനെക്കുറിച്ചൊരു ബേസിസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നു. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ്? നമ്മുടെ പാസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണത്. നമ്മൾ വളർന്നു വരുന്ന പ്രായം, അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് ഉരുവാകുന്ന ആ സമയം മുതൽ തന്നെ നമ്മുടെ പാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് അതിനെ ഫിഗർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മുടെ പ്രീനേറ്റൽ ഇയേഴ്സ്, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം, ഏർലി ചൈൽഡ്ഹുഡ്, അഡോളസെൻ്റ് ഇയേഴ്സ്, അഡൽട്ട് ഇയേഴ്സ്, നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകൾ, ഇതെല്ലാം ഈ ഏതെങ്കിലും ഒരു ഫേസിനകത്ത് നമുക്കൊരു വേദന, ഒരു വിഷമം, ഒരു ട്രോമ നമുക്കുണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ അത് ഹേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതവിടെ കിടക്കും. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിൽ, ഒരു പക്ഷേ സബ് കോൺഷ്യസ് തലത്തിൽ, അൺകോൺഷ്യസ് തലത്തിനകത്ത് വരെ ഈ സംഗതികൾ കിടന്നിട്ട് പിന്നീടുള്ള നാളുകളിൽ ഇത് നമ്മുടെ മനസ്സിനെ, ചിന്തകളെ, വികാരങ്ങളെ, വ്യക്തിത്വത്തെ, ജീവിതത്തോടുള്ള സമീപനത്തെ, മറ്റുള്ള വ്യക്തികളോടുള്ള സമീപനം, ബന്ധങ്ങൾക്കകത്ത് എല്ലാം ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കയറി വരും. അപ്പം പലപ്പോഴും നമുക്കിതങ്ങോട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്തത് പോലെയാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളോ വ്യക്തിത്വങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ മുന്നേറാനുള്ള താല്പര്യങ്ങളാണ് നമുക്കുള്ളത്. ബട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിലൂടെ കയറി വരുന്നു. അത് ചിന്തകളായിട്ടായേക്കാം, വാക്കുകളായിട്ടായേക്കാം, മറ്റുള്ള വ്യക്തികളോടുള്ള സമീപനത്തിനകത്തായേക്കാം. നമ്മൾ തന്നെ ചിന്തിക്കും, ഞാൻ എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്നർ ഹീലിംഗ്. അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്നു, അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരുന്നു. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആ വിഷയങ്ങളെ നമ്മൾ കൊണ്ടുവന്ന് അവിടെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ചിലപ്പോൾ ചിലത് നമ്മൾ ഏറ്റുപറയേണ്ട ആവശ്യകതകൾ ആയിരിക്കും. പാപം, നമ്മുടെ ജീവിതത്തിലുള്ള പാപം ങ്ങളായേക്കാം, അതിനെ നമ്മൾ ഏറ്റുപറയേണ്ട ആവശ്യമായിരിക്കും. ചിലത് വിട്ടുകളയേണ്ട കാര്യങ്ങളായിരിക്കും, ക്ഷമിക്കേണ്ട ആവശ്യകതകളായേക്കും. ചില കയ്പിൻ്റെ വേരുകൾ
എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖലയായേക്കാം. അപ്പം ഇതെല്ലാം ഒന്നൊന്നായിട്ട് നമ്മളതിനെ ഫേസ് ചെയ്ത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഴയ ബാഗേജ് പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വിട്ടുപോയി നമ്മളൊരു ക്ലെൻസ്ഡ് ആകുന്ന ഒരനുഭവം, അത് ഇന്നത്തെ നമ്മുടെ പ്രായോഗിക ജീവിതത്തെ വളരെ അധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഗതിയായി അത് മാറുന്നു. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. ചില സമയത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും, മിക്കവാറും അത് കിച്ചണിലായിരിക്കും, കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു കബോർഡ് നമ്മൾ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം ഫ്രിഡ്ജിനകത്തായിരിക്കും, നമ്മൾ തുറക്കുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം അവിടെ നിന്ന് നമുക്ക് വരുന്നു. ഒരു പക്ഷേ നമ്മളറിയാതെ കുറച്ച് പാലോ വല്ലതും വീണു പോയി, നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ കഴിയുന്നില്ല, പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രോയുടെ ബാക്കിലായിട്ടായിരിക്കും ചിലപ്പോൾ ആ മിൽക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് കുറേ നാളായിട്ട് അവിടെ ഇരുന്ന് അതങ്ങ് റോട്ടണായി പോയി കാണും, ചീത്തയായി കാണും, നമ്മളിത് അറിയുന്നില്ല. ആകെ നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. അപ്പം നമുക്ക് വേണേ ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാം. കാരണം ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഈ സ്മെല്ലടിക്കുന്നുള്ളൂ. വീണ്ടും നമുക്ക് തിരിച്ച് നമ്മൾ ലിവിങ് റൂമിലേക്കും ബെഡ്റൂമിലേക്കും ഒക്കെ പോകുമ്പോഴത്തേക്കിനും ആ സ്മെല്ല് നമുക്ക് വരുന്നില്ല. ആ ഏരിയയിലോട്ട് വരുമ്പോൾ മാത്രമേ നമുക്കിത് ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പുറത്തോട്ടൊരു സ്പ്രേ അടിക്കുവോ എന്തെങ്കിലും ചെയ്ത് താൽക്കാലികമായിട്ട് അതിനെ മാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നമ്മൾ ഒരുപക്ഷെ നടത്തുന്നത്. അപ്പോൾ അതിനോട് ഞാൻ ഈ ഇന്നർ ഹീലിങ്ങിൻ്റെ കാര്യം ഒന്ന് ഈക്വേറ്റ് ചെയ്ത് പറയുകയാണ്. പക്ഷേ ശരിക്കും നമ്മൾ അവിടെ എടുക്കേണ്ടുന്ന ഒരു റെമഡി എന്താണ്? ഇങ്ങനെ ഒരു ദുർഗന്ധം ഇവിടെ വരാൻ പാടില്ലല്ലോ, എന്താണിതിൻ്റെ പിന്നിലുള്ള സംഗതി എന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. കാരണം ഇത് ഇച്ചിരി ഔട്ട് ഓഫ് ദ വേ ആണ്, ഇച്ചിരി അബ്നോർമലാണ്. അപ്പോൾ നമ്മൾ അങ്ങ് തീരുമാനിക്കുക, ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനകത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ ആ ഡ്രോസൊക്കെ ട്രേ ഒക്കെ നമ്മൾ ഓരോന്നെടുത്ത് മാറ്റി പിടിച്ച് എവിടാണോ ഈ കേട് അത് മനസ്സിലാക്കി, റോട്ടൺ ഫുഡാണെങ്കിൽ അതിനെ എടുത്ത് പുറത്ത് കളയുക. എന്തെങ്കിലുമൊക്കെ സാധനം വീണ് കിടന്നിട്ടാണ് ഈ സ്മെല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്ത്, കംപ്ലീറ്റായിട്ട് ക്ലിയർ ചെയ്ത് ആ സാധനം എടുത്ത് മാറ്റി ഇനിയും ആ ദുർഗന്ധം അവിടെ പാടില്ല എന്ന് വെച്ച് നമ്മളതിനെ ഡീൽ ചെയ്ത് പോകുന്ന ഒരു പ്രക്രിയ. നമ്മൾ സഹോദരിമാരാകുമ്പം ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ചില സമയത്തൊക്കെ നമ്മൾ ഈ എലി വിഷം വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഈ എലി എവിടെയെങ്കിലും പോയി ആയിരിക്കും ഇത് ചത്ത് കിടക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഈ ടെറസിൻ്റെ ഒരു കോർണറിലോ അല്ലെ ഗാർഡൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ വല്ലതും ആയിരിക്കും, നമ്മൾ എലിവിഷം വെച്ചിടത്തായിരിക്കത്തില്ല. പക്ഷേ നമ്മളതിനെ ട്രാക്ക് ചെയ്ത് തപ്പിപ്പിടിച്ച് പോയി നമ്മളതിനെ ഡീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു മേഖല. ഇനിയും ഞാൻ ഇതിൻ്റെ ദൈവവചന അടിസ്ഥാനത്തിലേക്കൊന്ന് കടന്നു വരികയാണ്. കാരണം അനേക ദൈവമക്കളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്നല്ലേ ഡോക്ടറെ നമ്മൾ പറയുന്നത്. കർത്താവ് നമ്മുടെ പഴയ നേച്ചറെല്ലാം എടുത്തു മാറ്റി, നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം ക്രൂശിൻ്റെ മേൽ അതെല്ലാം കർത്താവ് അങ്ങ് ഏറ്റെടുത്തു. നമ്മൾ പുതിയ സൃഷ്ടിയായി തീർന്നു. നമുക്ക് ഒരു പുതിയ ആത്മാവിനെ കർത്താവ് തന്നു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നു. ഇനിയും ഇങ്ങനെ നമ്മൾ റിന്യൂഡായിട്ടുള്ള ദൈവമക്കളായിരിക്കെ നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്നതായിട്ടുള്ള ദൈവമക്കളാണ്. അപ്പം ഇങ്ങനെയുള്ളതായ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഈ പറയുന്ന ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഒരു വിഷയം ആപ്ലിക്കബിൾ ആണോ? അത് അവിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്കല്ലേ ഇതൊക്കെ ആവശ്യമായി ഇരിക്കുന്നത്?
എന്ന് ചോദിക്കുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ മറുവശത്ത് പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. പല കാര്യങ്ങളും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല. അത് ഡയറക്റ്റ് എഫക്റ്റ് ആയിരിക്കത്തില്ല. ഞങ്ങളിങ്ങനെ എക്സാമ്പിൾ പറയും. ഈ അനീമിയ ഉള്ള പേഷ്യൻ്റ്, നമ്മുടെ ബ്ലഡ് കൗണ്ട് മിനിമം നമുക്കൊരു ഹീമോഗ്ലോബിൻ ഒരു 12 grams വേണ്ടുന്നിടത്ത് ചിലപ്പോൾ ഒരു 9 or 10 ഒക്കെ ആണെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ചിലപ്പോൾ നമുക്ക് തോന്നത്തില്ല. പക്ഷെ ജനറലി പൊതുവേ ഒരു ക്ഷീണം, എപ്പോഴും ഒരു തളർച്ച, ഒരു ഉന്മേഷക്കുറവ്, ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കിടക്കണം എന്നൊരു താല്പര്യം. അപ്പോൾ ഡയറക്റ്റ് എഫക്റ്റ് അല്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു റീസൺ ഉള്ളത് കൊണ്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റമുകൾ നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കുന്നു. എന്ന് പറയുന്നത് പോലെ പ്രായോഗിക ജീവിതത്തിൽ ഒരു ഉന്മേഷക്കുറവോ, ദൈവത്തോട് നമുക്ക് മറ്റുള്ളവരെല്ലാം ദൈവശബ്ദം കേൾക്കുന്നെന്ന് പറയുന്നു, നമുക്കങ്ങനെയുള്ള അനുഭവങ്ങളില്ല, വലിയ ആത്മീയ താല്പര്യങ്ങളില്ല, അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, ആങ്ഷ്യസ് ആകുന്നു, ചെറിയ കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഉറക്കം കിട്ടത്തില്ല, നമ്മൾ രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കുന്നു, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും, ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമായിരിക്കും, എന്നാലും പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ബന്ധങ്ങൾക്കകത്തുള്ള വിഷയമായിരിക്കും, നമുക്കങ്ങനെ ഒത്തിരി ആരോടും ക്ലോസ് ആകാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് മുറിവേൽപ്പിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടങ്ങ് അവോയ്ഡ് ചെയ്യും. ആരെയും ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തോട് അടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ആഴമായ ബന്ധങ്ങളിൽ നമ്മൾക്ക് വിശ്വാസമില്ല. ഇതുപോലൊക്കെയുള്ള നോൺ സ്പെസിഫിക് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഇതെനിക്കുള്ളതല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കാനാണ് ഞാൻ ഇത്രയും വിവരിച്ചു പറഞ്ഞത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു മേഖലയിലല്ലേ മറ്റൊരു മേഖലയിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമായിരിക്കുന്നു ഇത്. ഇനി നമുക്ക് ദൈവവചനത്തിലേക്കൊന്ന് കടക്കാം. Is there a basis for inner healing ministry in the life of a child of God? ഒരു ദൈവമകൻ്റെ മകളുടെ ജീവിതത്തിൽ ആന്തരിക വിടുതൽ എന്നൊക്കെ പറയുന്ന വിഷയത്തിന് പ്രസക്തിയുണ്ടോ? 1 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് തിരിയാം. 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. നമുക്ക് വളരെയധികം പരിചയമുള്ള ഒരു ദൈവവചനത്തിൻ്റെ ഭാഗമാണിത്. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഘടകമായിട്ടാണ്: ദേഹം, ദേഹി, ആത്മാവ് എന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അനേക സ്ഥലങ്ങളിൽ നമുക്കിതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Now may the God of peace himself sanctify you entirely. നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ടാണ് പറയുന്നത്, may your spirit and soul and body be preserved complete without blame at the coming of our Lord Jesus Christ. ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള 3 ഘടകമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അല്ലെ മറ്റുള്ള വ്യക്തികളോട് ഞാൻ ഇടപെടുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു മെജോറിറ്റി ഓഫ് വിശ്വാസികൾക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല. രക്ഷിക്കപ്പെടുന്ന സമയത്ത് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? വീണ്ടും ജനനം നാം പ്രാപിച്ചു. എന്നാൽ ഇതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കേണ്ടുന്നത്, നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ഘടകത്തിൻ്റെ അകത്താണ് നമ്മൾക്ക് ആ പുതിയ ജീവൻ ലഭിച്ചത്. അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ ശരീരം അവിടെയുണ്ട്,
ഈ മനസ്സ് അല്ലെങ്കിൽ ദേഹി അല്ലെ സോൾ എന്ന് പറയുന്ന ആ ഭാഗമുണ്ട്. എന്നാൽ ആത്മാവ്, അവിടെയാണ് പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ മരിച്ചിരിക്കുന്നത്. ആദാം പാപം ചെയ്ത ആ സമയം മുതൽ തന്നെ ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള കഴിവ് മനുഷ്യൻ നഷ്ടപ്പെട്ടു. അവൻ്റെ ആത്മാവിൽ അവൻ മരിച്ചവനായി തീർന്നു. അപ്പം രക്ഷിക്കപ്പെടുന്ന സമയത്ത് നിക്കോദിമസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൻ വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പം ഈ വീണ്ടും ജനനം നമ്മുടെ ആത്മാവിലാണ്, നമ്മുടെ സ്പിരിറ്റിലാണ് നമുക്ക് ആ ന്യൂ ലൈഫ് അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അവിടേക്കാണ് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്രിസ്തുവിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ, ആ നിത്യജീവൻ, നശിക്കാത്ത ജീവൻ, സോയെ ലൈഫ്, ഇറ്റേണൽ ലൈഫ് നമ്മുടെ ആത്മാവിലേക്ക് പകരപ്പെടുകയാണ്. ഈ ആത്മാവെന്ന് പറയുന്ന ഘടകം ദൈവത്തിൻ്റെ ജീവനാണ്. ദാറ്റ് ഈസ് ദ ഗോഡ് പാർട്ട് ഇൻ അസ്. അത് ഒരിക്കലും മരിക്കത്തില്ല. ഒരിക്കലും അത് മരിക്കാത്ത നമ്മുടെ നമ്മളിലുള്ള ആ ഗോഡ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ സ്പിരിറ്റ്. അപ്പോൾ ഈ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ മണിക്കൂറുകൾ എടുക്കും. കാരണം ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് നമ്മുടെ ആത്മാവിൽ സംഭവിച്ചത്. യു ബിക്കം എ ന്യൂ ക്രിയേഷൻ നമ്മളാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിറ്റിലാണത്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. യേശുവിൻ്റെ ജീവനാണ് 100% പെർഫെക്റ്റ് ആൻഡ് ഹോളി ആൻഡ് റൈറ്റ്യസ് ആയിട്ട് നമ്മുടെ ആത്മാവിൽ യേശുവിൻ്റെ ജീവൻ അങ്ങോട്ട് വ്യാപരിക്കുകയാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലാണ്. എന്നാൽ നൊടി നേരത്തിലാണ് ഈ ദൈവപ്രവൃത്തി നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, ഒരു വ്യക്തി ബോൺ അഗെയിൻ ആകുമ്പോൾ അതൊരു പ്രോസസ്സല്ല, അതൊരു പ്രക്രിയ. പതുക്കെ 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 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയമല്ലത്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മളിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതം, ഒരു മിറക്കിളാണത്. ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് അങ്ങ് വരികയാണ്. പക്ഷേ ആത്മാവിൽ ഈ വലിയ പ്രവൃത്തി നടക്കുമ്പോഴും മനസ്സ് എന്ന് പറയുന്ന ഘടകം, അതിനകത്തൊരു എൻലൈറ്റൻമെന്റ് വരും. അതിനകത്ത് ഈ ആത്മാവിൽ വന്നിരിക്കുന്ന പ്രകാശനത്തിൻ്റെ ഒരു പ്രകാശനം ലഭിക്കുന്നു എങ്കിലും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ഒരു ആവശ്യകത വീണ്ടും അവിടെ ശേഷിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 16-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതെങ്കിൽ ഞാൻ ജനിച്ച സമയം മുതൽ ഈ കഴിഞ്ഞ 16 വർഷത്തിനകത്ത് എൻ്റെ മനസ്സിനകത്ത് ഞാൻ രൂപം കൊണ്ടത്, എനിക്കുണ്ടായ അനുഭവങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ എക്സ്പീരിയൻസസ്, ഞാൻ ഗ്യാദർ ചെയ്ത ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം എൻ്റെ മനസ്സിനെ ഒരു പ്രത്യേക എൻ്റെ മനസ്സിനൊരു പ്രത്യേക രൂപം കൊടുത്തിട്ടുണ്ട്. ആ ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വിശ്വാസികൾക്കും ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ദൈവവചന അടിസ്ഥാനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 4:12, ഹീബ്രൂസ് 4:12 പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. ഈ പ്രക്രിയയിൽ നമ്മെ എന്താണ് സഹായിക്കുന്നത്? നമ്മൾ പറഞ്ഞു, നമ്മൾ ജഡീകന്മാരായിരിക്കരുത്. നമ്മൾ 3 ഘടകമാണ്: ആത്മാവ്, ദേഹി, ദേഹം. പക്ഷേ നമ്മളിതെങ്ങനെ അറിയും? നമുക്കെങ്ങനെ മനസ്സിലാകും ഇത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്? എങ്ങനെ മനസ്സിലാകും ഇത് ദേഹിയുടെ ചിന്തകളാണ് എന്നുള്ളത്? ശരിക്കും ഈ രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ, പേഷ്യൻസ് വരുമ്പോൾ, ഡോക്ടർമാർ അവരോട് ആദ്യമേ സംസാരിക്കും, അവരുടെ ഹിസ്റ്ററി എടുക്കും, അവരുടെ സിംറ്റംസ് മനസ്സിലാക്കും. അതിനുശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസിന് വിധേയപ്പെടുത്തും. അന്നേരം ഉപരിതലത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ മേലാത്ത ചില കാര്യങ്ങൾ എക്സ്റേ എടുക്കുമ്പോൾ അല്ലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ, CT സ്കാൻ ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോഴായിരിക്കും പ്രത്യക്ഷത്തിലേക്ക് വെളിപ്പെട്ട് വരുന്നത്. എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവിനാൽ
ഈ ദൈവവചനം അതൊരു സ്കാനിങ് മെഷീൻ പോലെ കയറും നമ്മുടെ ഉള്ളിലേക്ക്. ആ വചനത്തിൻ്റെ ആ മുൻപാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് കഴിയുമ്പോഴാണ് ആത്മാവ്, ദേഹി, അല്ലെ നമ്മുടെ പ്രാണൻ, അല്ലെ നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങോട്ട് ഒരു സർജറി ചെയ്യുന്നത് പോലെ ഏതെന്താണെന്നുള്ളത് വ്യക്തമായി നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അതാണ് നമ്മൾ ഈ എബ്രായർ 4:12 എൻ്റെ ജീവിതത്തിൽ വളരെ താക്കോലായിട്ടുള്ള ഒരു വാക്യമാണിത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പം ഇവിടെ പറയുന്നത് കണ്ടോ, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതുമായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ഒരു സർജൻ സർജറി ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു നൈഫ് എടുത്ത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഇത് ഭയങ്കര കൺഫ്യൂസിങ്ങാണ്, നമുക്ക് പിടികിട്ടുകയല്ല. ഇത് ഏതാ ആത്മാവിൻ്റെ പ്രേരണ, ഏതാണ് നമ്മുടെ സ്വയം ഇച്ഛയ്ക്കകത്തുനിന്ന് വരുന്നത് എന്നൊക്കെ ചില സമയത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്നത് പോലെയാണ്. നമ്മൾ ഓർക്കും ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള പാപത്തിൻ്റെ ഒരു ടെൻഡൻസീസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇത് സാരമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന, ഞാൻ വചനത്തിൽ നിന്ന് അതിൻ്റെ എക്സാമ്പിൾ തരാം. ഇസഹാക്കും ഇശ്മായേലും എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ ചിലപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകൾക്കകത്ത് വരും. ഞാനത് വിവരിച്ചു പറയാം. അപ്പോൾ വചനം പറയുന്നത്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർവിടുവിക്കുവാൻ വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രൈസ് ദ ലോർഡ്. For the word of God is living and active and sharper than any double-edged sword, and piercing as far as the division of soul and spirit. അതാണ് ഈ സോൾ എന്ന് പറയുന്ന ഭാഗം പരിശുദ്ധാത്മാവിൻ്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിൽ കിടക്കുന്ന കാര്യമല്ല. ദേഹി എന്ന് പറയുമ്പോൾ സോൾ, മൈൻഡ്, വിൽ, ഇമോഷൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇച്ഛാശക്തി, നമ്മുടെ വികാരങ്ങൾ, അതിനകത്ത് നമ്മുടെ സ്വയം എന്ന് പറയുന്ന ഘടകം കയറി വരും. എൻ്റെ ആഗ്രഹം, അത് ദൈവം പറയുന്നതിനോട് ചേർന്ന് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്കിങ്ങനെ ചെയ്യണം, എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നു, അതാണ് ഞാൻ എൻ്റെ സ്വയം. അപ്പം അത് നോക്കിക്കഴിയുമ്പോൾ അത് പാപമാണോ അല്ലയോ എന്ന് ചിലപ്പം വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന എൻ്റെ സ്വയമല്ല എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ദൈവമക്കൾ മുമ്പോട്ട് പോകേണ്ടുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ആ ശിഷ്യത്വത്തിൻ്റെ വിളിക്കകത്ത് പറഞ്ഞ കാര്യം തന്നെ എന്താണ്? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ, അല്ലേ, അവന് പിശാചിനോട് ബന്ധമുണ്ടാകരുത് എന്നല്ല പറഞ്ഞത്, അല്ലേ? അത് ഇംപ്ലൈഡാണ്. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താ? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ ക്രൂശെടുത്ത് തന്നെത്താൻ ത്യജിച്ച്, അല്ലേ, എൻ്റെ പിന്നാലെ അവൻ അനുഗമിക്കട്ടെ. ലെറ്റ് ഹിം ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഡിനൈ ഹിംസെൽഫ്. നീ നിന്നെ തന്നെ ത്യജിക്കണം. കാരണം ഞാൻ, എൻ്റേത്, ഐ, മീ, മൈൻ എന്ന് പറയുന്ന സ്വയത്തിൻ്റെ ആ ഘടകം, അത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ദേഹിയെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ ദൂരെ മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. അപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യം കണ്ടോ, ആത്മാവും ദേഹിയും ഏതാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഇച്ഛ വരുന്നു, അല്ലേ, ഒരു ഐഡിയ വരുന്നു, ഒരാഗ്രഹം വരുന്നു, ഒരു തീരുമാനം വരുന്നു, എനിക്കിങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ, പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ, അതോ അതെൻ്റെ സ്വയം എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ
ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, അതിനെ നമുക്കിഷ്ടമുള്ള പോലെ മാനിപ്പുലേറ്റ് ചെയ്യാനല്ല. നമ്മളൊരു സ്കാനിങ് അല്ലേ, ഒരു സ്കാനിങ്ങിന് കയറി ചെല്ലുമ്പം CT സ്കാനും MRI ഒക്കെ ചെയ്യാൻ ചെല്ലുമ്പോൾ അറിയാമല്ലോ, അവിടെ അനങ്ങാൻ പറ്റത്തില്ല. വെറുതെ നിശ്ചലമായി കിടന്നു കൊടുത്താൽ മതി. ഉള്ളിലുള്ള കാര്യങ്ങളെ അതുപോലൊരു സമർപ്പണം, എൻ്റെ സ്വയ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, കർത്താവേ നീ എന്നെ ശോധന ചെയ്യണമേ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവേ നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ, എൻ്റെ നിലവുകളെ, എൻ്റെ വാക്കുകളെ കർത്താവേ നീ ശോധന ചെയ്ത് നീ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പറയണമേ, അതതുപോലെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന താഴ്മയുള്ള ഹൃദയങ്ങൾക്കാണ് ദൈവം അത് കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല കണ്ടോ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ, ചിന്തകളെ, ഭാവങ്ങളെ ഒക്കെ വിവേചിക്കുവാൻ കഴിവുള്ളത് ഈ ദൈവത്തിൻ്റെ വചനത്തിലാണ്. അപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ തന്നെ അന്നൊക്കെ ഈ വാച്ച്മാൻ നീ എന്നൊക്കെ പറയുന്ന ദേവദാസന്മാരുടെ പുസ്തകങ്ങൾ, നോർമൽ ക്രിസ്ത്യൻ ലൈഫ്, ദ സ്പിരിച്വൽ മാൻ എന്നൊക്കെ പറയുന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ വായിക്കുമായിരുന്നു. അതുപോലുള്ള ഒത്തിരി ടീച്ചിങ്സ് നമ്മളെ അന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാമ്പിളാണ് അബ്രഹാമും സാറായും. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നു. ദൈവം തന്നെ വിളിച്ചിറക്കി വലിയ വാഗ്ദത്തം കൊടുത്തു, ജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഓർക്കണം, നമുക്കെല്ലാം ആ കഥ അറിയാം. താന് അനുസരണമുള്ള വ്യക്തിയായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് എല്ലാം വിട്ടിറങ്ങി. ലോത്തിനോടുള്ള ബന്ധത്തിൽ വലിയ പരീക്ഷകൾ വന്നപ്പോഴും താൻ പിടിച്ചു നിന്നു, അല്ലേ? ലൗകികമായിട്ട് അതിനെ കണ്ടില്ല, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അതിനെ കണ്ടു, മുമ്പോട്ട് പോയി. എന്നാൽ ഒരു പ്രത്യേക വിഷയം വന്നു, അല്ലേ? ജാതികൾക്ക് പിതാവാക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അവിടെ കിടക്കുന്നു, പക്ഷേ തനിക്ക് ഒരു സന്തതി പോലുമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം പിടിച്ചോണ്ട് നടക്കുകയാണ്, പക്ഷേ അത് ആക്ഷരികമായി വെളിപ്പെടുന്നത് തൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല. അപ്പം അബ്രഹാം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. വിശ്വാസമാണല്ലോ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം, എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാൻ താൻ വിശ്വസ്തൻ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവിൻ്റെ വിശ്വാസം അവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ താൻ ദൈവത്തിന് മഹത്വം കൊടുത്തു, വിശ്വാസത്തിൽ താൻ ബലപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. ഈ കാത്തിരുന്ന് ഈ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എവിടെയോ ഒരു ചിന്ത കയറി വന്നു, അല്ലേ? സാറ സഹോദരിമാരുടെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ കാണുന്നത്. അബ്രഹാമിനെ ആ വഴിയിലേക്ക് പ്രേരിപ്പിച്ചത് തൻ്റെ ഭാര്യയാണ്. നമ്മൾ ഒത്തിരി ചിന്തിക്കുമല്ലോ, പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വചനപ്രകാരം ചിന്തിപ്പാൻ കർത്താവ് നമ്മെ എല്ലാം ഇടയാക്കട്ടെ. പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ തോന്നി. ഏതായാലും ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്, പിന്നെ ദൈവത്തിന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപക്ഷെ തിരക്കായതായിരിക്കും, കുറച്ചൊക്കെ നമ്മളും കൂടെ ചിന്തിച്ചാലോചിച്ച് ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ കുറച്ചൊക്കെ നമ്മുടെ സൈഡിൽ നിന്നും ഒരു എഫേർട്ട് നമ്മൾ ഇടണ്ടേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒരു സന്തതി വേണം എന്നുള്ളതല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്നിലൂടെ അല്ലെങ്കിലും അതിനൊരു ചെറിയ സെറ്റപ്പ് നമുക്കങ്ങ് റെഡിയാക്കാം. അങ്ങനെയാണ് സാറായുടെ വാക്ക് അവിടെ കേൾക്കുകയും ഇശ്മായേൽ ജനിക്കുവാനിടയായി തീർന്നു. അബ്രഹാം നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലേ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു ചിന്തയ്ക്കകത്ത്, അല്ലേ, ഒരു ലൈൻ ഓഫ് തോട്ട് ദൈവവചനത്തിനകത്തുനിന്നൊന്നും മാറിപ്പോയതിൻ്റെ അനന്തര ഫലമാണ് ഇശ്മായേൽ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ജനിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, അത് ദൈവത്തിന് വേദനയ്ക്ക് കാരണമായി തീർന്നു. ദൈവഹിതത്തിൽ നിന്നും വളരെ ദൂരത്തുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നും ദൈവജനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു വിഷയം ആയിത്തീർന്നു ഇശ്മായേലിൻ്റെ ജനനം എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിൻ്റെ പദ്ധതി ഇശ്മായേൽ അല്ല, ദൈവത്തിൻ്റെ പദ്ധതി ഇസഹാക്കായിരുന്നു, അല്ലേ? അപ്പം അതിനകത്തൊരു കാത്തിരിപ്പുണ്ട്.
എന്തെങ്കിലും ചെയ്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം അങ്ങ് പൂർത്തീകരിക്കാം എന്നൊരു പ്രമാണം ദൈവം നമുക്ക് തരുന്നില്ല. ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ നാം സഞ്ചരിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ നാം സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ വാഗ്ദത്തം പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം അത് ഇടപെടുകയും ഇസഹാക്കിനെ സാറായിലൂടെ തന്നെ ദൈവം വാഗ്ദത്ത സന്നദ്ധിയായി കൊടുക്കുകയും ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും ഈ ദേഹിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ചില പ്രവൃത്തികളും ആത്മാവിനാൽ നയിക്കപ്പെട്ട് പുറപ്പെട്ടു വരുന്ന ഈ കാര്യങ്ങളും ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ അബ്രഹാം പിതാവിന് പോലും സാറ വന്ന് ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ വലിയ കുഴപ്പമുണ്ടെന്നൊന്നും തോന്നിയില്ല. നല്ല ഒരു ഐഡിയ ആണ്. ഏതായാലും വാഗ്ദത്തം കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. അങ്ങനെ പ്രത്യക്ഷതയിൽ പാപമല്ല, കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ വിധത്തിലുള്ള ചില വിഷയങ്ങൾ ചില സമയത്ത് ദൈവസന്നിധിയിൽ അത് വലിയ ജഡ്ജ്മെൻറ്റിന് കാരണമായി തീരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സന്ധിമജ്ജകളെ തുളച്ചു ചെന്ന് ദേഹിയും ആത്മാവും തമ്മിൽ ഏതെന്ന് തുളച്ചു കാണിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദ ലിവിങ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി ആക്റ്റീവ് വേർഡ് ഓഫ് ഗോഡ്. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരു കാര്യമാണ് നമുക്ക് ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലും കാണുവാൻ കഴിയുന്നത്, അല്ലേ? ശൗൽ രാജാവിൻ്റെ ലൈഫിലും സംതിങ് ലൈക്ക് ദാറ്റ് വി സി. നല്ലതെന്ന് വിചാരിച്ച് ദൈവം ഈ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ അമാലേക്യരുടെ സകല കാര്യങ്ങളെയും നശിപ്പിച്ച് കളയണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ചെയ്യാതെ അത് ദൈവത്തിനും ദൈവജനത്തിനും ഒക്കെ പ്രയോജനമായിരിക്കും, യാഗം അർപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞ് നല്ലതിനെ കുറച്ചിനെ ഇവിടെ പിടിച്ചോണ്ട് വന്നു. 1 ശമൂവേൽ 15 അവിടെ പ്രവാചകൻ വന്ന് പറയുന്നുണ്ട്, നിന്റെ യാഗമൊന്നുമല്ല ദൈവത്തിന് വേണ്ടുന്നത്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതല്ലയോ ദൈവത്തിന് വലുത്. റെബലിയൻ, നിന്റെ ശാഠ്യം, your rebellion is as the sin of witchcraft. Obedience is better than sacrifice. യാഗങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ അനുസരണമല്ലേ ഏറ്റവും വലുത് എന്ന് അവിടെ പ്രവാചകൻ പറയുന്നതായി നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സോ പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ, ക്രിസ്തീയ ജീവിതം ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്, ദൈവഭയത്തോടെ ജീവിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മനസ്സെന്ന് പറയുന്ന ഘടകം, പ്രോവേർബ്സ് 23 അതിൻ്റെ 7 അവിടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ നിരൂപിക്കുന്നുവോ അവൻ അങ്ങനെ തന്നെ ആയിത്തീരുന്നു. നമ്മുടെ തോട്ട്സ്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ അതിനെ പിടിച്ചടക്കി ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.